എൻ.ഡി.എയെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണ്, അപ്രസക്തമാണ്, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പാണ് എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ മത്സരിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടോ? മത്സരിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയല്ല. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഈ രാജ്യത്ത് ഉണ്ടായി എന്ന് ഈ രാജ്യത്ത് ജനങ്ങളോട് പറയേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അത് കൃത്യമായി പറഞ്ഞു എന്നാണ്. അതായത് പി.വി. അൻവർ എന്ന് പറയുന്ന ഒരാളുടെ, ഒരു വ്യക്തിയുടെ, പഴയ എം.എൽ.എയുടെ അദ്ദേഹത്തിൻ്റെ അധികാരമോഹത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതിനനുസരിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ, നിലമ്പൂരിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബി.ജെ.പി. എന്ന് പറയുന്നത് ഒരു ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഞങ്ങളെ സഖ്യകക്ഷികളുമായി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. ഇവിടെ ബി.ജെ.പി. ആണോ മത്സരിക്കുക, അല്ലെങ്കിൽ ബി.ഡി.ജെ.എസ്. ആണോ മത്സരിക്കുക എന്നത് ചർച്ച ചെയ്ത് എൻ.ഡി.എക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ജനങ്ങളുടെ പ്രതീക്ഷ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ വേണ്ടേ തീരുമാനിക്കട്ടെ, പാർട്ടി കൂടി തീരുമാനിച്ച് ആരാണ് സ്ഥാനാർത്ഥി, എങ്ങനെയാണ് സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് തീരുമാനിച്ച് നല്ലൊരു സ്ഥാനാർത്ഥി എന്തായാലും ഇവിടെ ഉണ്ടാകും. ബി.ജെ.പി. മറ്റൊരു കാര്യം പറയട്ടെ. ഇപ്പം UDF പ്രതിനിധി പറഞ്ഞു, അവർ എം.എൽ.എയുടെ എം.എൻ.എ ഉയർത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കാണ് അവരുടെ പിന്തുണ, അല്ലാതെ എം.എൽ.എയുടെ പ്രവർത്തനങ്ങൾക്കല്ല എന്ന്. ഈ UDF ഇന്ന് നിലമ്പൂരിൽ കാണിക്കുന്നത് രണ്ട് തോണിയിൽ കാലിടുന്നൊരു പരിപാടിയാണ്. കാരണം അവർ വേണ്ട സമയത്ത് എം.എൽ.എ ഉപയോഗിക്കുകയും വേണ്ടാത്ത സമയത്ത് പി.വി. അൻവറിനെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ UDF പറയുന്നത് UDF ഭരിക്കുന്ന കാലത്ത് പി.വി. അൻവർ വരുന്നതിന് മുൻപ്, പി.വി. അൻവറിന് മുൻപ് ഇവിടെ UDF-ന്റെ എം.എൽ.എ ആയിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മന്ത്രി ഉണ്ടായിരുന്ന സ്ഥലമാണ്, ആര്യാടന്റെ സ്വന്തം നാടാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ജനങ്ങൾക്ക് ഇപ്പൊ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ കോളേജിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ UDF ഭരിച്ചാലും, UDF ജയിച്ചാലും, UDF എം.എൽ.എ വന്നാലും, അല്ലെങ്കിൽ CPM-ന്റെ എം.എൽ.എ വന്നാലും, ഏത് എം.എൽ.എ വന്നാലും ഈ പാവപ്പെട്ട നിലമ്പൂരിലെ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് വികസനമില്ല എന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട് സമ്പാദിക്കാൻ വേണ്ടി നമുക്ക് ചർച്ച. എനിക്ക് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ എന്ന്. ആരും അങ്ങനെ പ്രതീക്ഷ എന്ന് പറയാറില്ല. ഇലക്ഷൻ ആണെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവണം. നോക്കൂ, ഈ ബി.ജെ.പിയുടെ വോട്ട് 12,000-ൽ നിന്ന് 8,000-ലേക്ക് 2021-ൽ താണു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് വേണ്ടി 17,000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ.ഡി.എ മത്സരിക്കുന്നില്ല. ഈ പറഞ്ഞ 17,500 വോട്ട് എങ്ങോട്ട് പോകും? എൻ.ഡി.എ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. ഒരു വ്യക്തിയുടെ മറുകണ്ഠം ചാടലിന് വേണ്ടി ഉണ്ടാക്കിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റം വരാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിൽ ഒരു വികസനം ഉണ്ടാകാൻ പോകുന്നില്ല. ചെറിയൊരു കാലയളവിൽ ഒരു എം.എൽ.എ തെരഞ്ഞെടുക്കുക എന്നല്ലാതെ രാജ്യത്തിനോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്കോ നിലമ്പൂരിനോ ഒരു ഗുണവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ പ്രചരിപ്പിക്കാനാണ് ബി.ജെ.പി. അവസരം ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കൾ ഇന്ന് രാത്രിയും നാളെയുമായി കൂടുന്നുണ്ട്. ഒരു നല്ല ഉത്തമനായിട്ടുള്ള ബി.ജെ.പി. നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാകും, അതിന് സംശയമില്ല.